നമസ്കാരം. പൊതുജനങ്ങളെ കഴുതയാക്കും പോലെ CPM-ലെ നേതാക്കന്മാരെയും മണ്ടന്മാരാക്കാം എന്നാണ് മുഖ്യൻ കരുതിയതെങ്കിൽ ആ ചുവട് ഒരൽപ്പം പിഴയ്ക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് മുഖ്യനെതിരെ CPM-ന് അകത്ത് തന്നെ ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങൾ. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ MLA ആയ H. സലാം സർക്കാരിനെതിരെ ചോദ്യമുയർത്താൻ ശ്രമം നടത്തിയതും അതിന്റെ ഒരു തെളിവ് മാത്രമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും അംഗബലമുള്ള പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM ഒരു പാർട്ടി പരിപാടി സംഘടിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു സർക്കാർ പരിപാടി സംഘടിപ്പിച്ചാൽ പോലും അതിൽ പങ്കെടുക്കാൻ ആളില്ലാതെ വരുന്നതും ആളെ കൂട്ടാൻ വേണ്ടി കൂലിക്ക് ആളെ വയ്ക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം പിണറായി സർക്കാരിനോട് ഇന്ന് CPM-ന് അകത്ത് തന്നെ ഉയരുന്ന വിയോജിപ്പിന്റെ തെളിവുകളാണ്. തലമുതിർന്ന പല നേതാക്കളും നിവർത്തികേട് കൊണ്ട് പാർട്ടിയിൽ തമ്പടിച്ചു നിൽക്കുന്നു എന്നതും മറ്റൊരു വശത്തുണ്ട്. കാര്യം പാർട്ടിയോടുള്ള കൂറുകൊണ്ടാണ് ഇന്ന് CPM-ൽ പല സഖാക്കന്മാരും പിടിച്ചു നിൽക്കുന്നത്. പൊളിറ്റി ബ്യൂറോ അംഗമായ ബേബി മുതൽ മുൻ മന്ത്രിമാരായ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ സർക്കാരിനും പിണറായിക്കുമെതിരെ രംഗത്ത് വരുന്നുണ്ട്. എന്നും വ്യാജം പറഞ്ഞും തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചും ഭരണം നയിക്കുന്ന ഇടത് സർക്കാരിന് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമായി മുഖ്യമന്ത്രി പദം മാറിക്കൊണ്ടിരിക്കുന്നു. മകനും മകൾക്കും പണമുണ്ടാക്കാൻ വേണ്ടിയും മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കാനുമുള്ള പരിശ്രമത്തിലാണ് പിണറായി സഖാവ്. ഇതെല്ലാം പാർട്ടിക്കുള്ളിൽ തന്നെ വിള്ളലുണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. എങ്കിലും വാസവൻ, വീണ ജോർജ്, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള എല്ലാ CPM മന്ത്രിമാരും പിണറായി ഭക്തർ എന്നതുപോലെ തന്നെ റിയാസ് ഭക്തരുമായതിനാൽ ഈ വിയോജിപ്പ് തുറന്നു പറയാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ ധൈര്യം കാണിക്കാറില്ല. എങ്കിലും ഒരവസരം കിട്ടുകയാണെങ്കിൽ ഇതേ സഖാക്കന്മാർ തന്നെ ഇരട്ടച്ചങ്കനെ താനെ താഴെ ഇറക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ട മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി മകളെ വിവാഹം കഴിച്ചു നൽകിയതോടെ കാര്യങ്ങൾ ആകെ മാറി തുടങ്ങുകയായിരുന്നു. 2021-ൽ റിയാസിനെ മുഖ്യമന്ത്രി മത്സരത്തിനായി വേണ്ടി സ്ഥലം MLA സ്ഥാനത്തേക്ക് നിർത്തുന്നതും MLA പദവി ലഭിക്കുന്നതുമെല്ലാം CPM-ലെ വിഭാഗീയതയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ പിണറായിയുടെ ഓരോ നീക്കവും വ്യക്തമായ കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു. പുതിയ മന്ത്രിമാർ മതിയെന്ന അടുത്ത തീരുമാനത്തിലൂടെ ആരോഗ്യമന്ത്രി കസേര പ്രതീക്ഷിച്ച ശൈലജ ടീച്ചറും ഔട്ടായി. 2 തവണ MLA ആയ ന്യൂനപക്ഷ സമുദായാംഗമായ N. ഷംസീർ മന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുമ്പോഴായിരുന്നു ഷംസീറിനെ വെട്ടി റിയാസിനെ മന്ത്രി കസേരയിൽ ഇരുത്തിയത്. അതും ഏറ്റവും സുപ്രധാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പിന്റെ തലപ്പത്ത്. പിണറായിയുടെ ശിപ്പായി റോളിലാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഇരിക്കുന്നത്. എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഇനി റിയാസിലേക്കോ എന്നൊരു ഭയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഉള്ളിലുമുണ്ട്. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തലസ്ഥാന നഗരത്തിലെ റോഡ് വികസനത്തെ വിമർശിച്ചതിന് പിന്നാലെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പരോക്ഷമായി വിമർശിച്ചിരുന്നു. ഇതോടെ കടകംപള്ളിയുടെ കാര്യത്തിലും തീരുമാനമായി തുടങ്ങി. ഇതൊന്നും പോരാഞ്ഞ് CPM-ൽ തിരുത്തൽ ശക്തികൾ ദുർബലമാകുന്നതിന്റെ നേർക്കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന വിവാദം. അത് പോരാഞ്ഞ് കരുവന്നൂർ കേസ്. ഇങ്ങനെ തുടരുകയാണ് കേസുകൾ. എല്ലാം കൂടെ ആയപ്പോൾ CPM ആകെ വിയർക്കുകയാണ്. ഇനി എത്ര നാൾ എന്ന ഭയത്തിലാണ് പല സഖാക്കന്മാരും പാർട്ടിയിൽ തുടരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലെ പിണറായി ഭരണം കൊണ്ട് ഇടത് നേതാക്കൾക്ക് പോലും മടുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് വാസ്തവം.